നമ്മളൊരു അത്തരം അടിവസ്ത്രങ്ങൾ പണ്ട് ആൾക്കാർ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ നമ്മളൊരു പക്ഷേ ഫൈറ്റ് സംഘടന രംഗങ്ങളിൽ അത്തരം നമ്മൾ ഇടുകയാണ്. ഇപ്പോൾ ഒരു പക്ഷേ അനുഭവങ്ങൾ പാളിച്ചകൾ എന്നുള്ള സിനിമയിലെ ഏറ്റവും പ്രശസ്തമായൊരു ഷോട്ടാണ്. അടിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുണ്ട് അല്ലേ അഴിഞ്ഞു പോകുന്നത്, ഒരു ഷാപ്പിലോട്ട് പോകുമ്പോൾ കാല് മടക്കി ഒരു പട്ടി അടിക്കുന്നത് നമ്മളൊക്കെ സാധാരണ ഒരു പക്ഷേ ചെയ്യാവുന്ന ഒരു റിഫ്ലക്സാണ്. ഇപ്പോൾ ഒരാൾ നമ്മളെ തല്ലാൻ വരികയാണെങ്കിൽ നമ്മൾ സാധാരണ മുണ്ടെടുത്ത ഒരാളാണെങ്കിൽ ഒന്നീ മുണ്ട് അഴിച്ചിടും. കാര്യം അല്ലെങ്കിൽ അതിന് പ്രശ്നമാകും. അങ്ങനെ സിനിമകളുണ്ട്. സ്ഫടികം എന്നുള്ള സിനിമയിൽ അതാണ്. അയാൾ അതിനൊരു ആയുധമാക്കി മാറ്റുകയാണ്. ഏറ്റവും നല്ല ഒരാൾ തല്ലാൻ വരുന്ന സമയത്ത് പറയുന്നത് അടുത്ത് കിടക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിനെ ആയുധമാക്കി മാറ്റാനുള്ള സ്കില്ലാണ്. അല്ലാതെ ഞാൻ പകച്ചു നിന്നിട്ട് കാര്യമില്ല. അടുത്തൊരു സ്റ്റൂളാണെങ്കിൽ ആ സ്റ്റൂൾ എടുക്കുക, ഒരു കുപ്പിയാണെങ്കിൽ കുപ്പി എടുക്കുക. അപ്പം മുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ സൗകര്യത്തിന് ഒരാളെ പേടിപ്പിക്കുന്ന ഒരു പ്രിപ്പറേഷനും കൂടെയാണ്. അപ്പോൾ അത് നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും. അല്ലാതെ ഒരു പക്ഷേ നമ്മുടെ ഒരു ജനറ്റിക് അല്ലെങ്കിൽ ജീനി കിടക്കുന്ന ഒരു ജനറ്റിക് വയറിങ്ങിൽ കിടക്കുന്ന എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ, എൻ്റെ അമ്മാവന്മാർ, അങ്ങനെയൊക്കെയുള്ളൊരു സിസ്റ്റമിൽ കിടക്കുന്ന അതും കൂടെ നമ്മുടെ ക്യാരക്ടറിൽ റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല, ഇതിൻ്റെ മുകളിലോട്ട് കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. അത്തരം ജീനുകളിൽ അറിയാതെ സംഭവിക്കുന്ന ഒരു കെമിസ്ട്രി ആയിരിക്കും. ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളുമായിട്ട് ജീവിക്കേണ്ട ഒരാളല്ല ഞാൻ. കാര്യം അതൊരു പക്ഷേ എൻ്റെ പ്രൊഫഷനിൽ അങ്ങനെയല്ല. നാളെ അടുത്ത 30-ാം തീയതി എനിക്ക് ശമ്പളം കിട്ടും, അത് കഴിഞ്ഞിട്ട് ഇത്ര പൈസ എൻ്റെ കുട്ടികൾക്ക് വേണം, എനിക്ക് ബില്ലടയ്ക്കണം, അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം മുതലേ ഞാൻ 17 വയസ്സ് മുതൽ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. അന്ന് മുതലേ എൻ്റെ റിതം എന്ന് പറയുന്നത് എൻ്റെ തെറ്റി. എനിക്കിപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് ഇലക്ട്രിസിറ്റി ബിൽ അടയ്ക്കാൻ അറിയില്ല. ഒരുപാട് സാധാരണ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷേ ഞാൻ സിനിമയിലൂടെ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഈ സിനിമയിലെ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് പോലും ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത്. കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് ഈ ഒരു ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിൽ മാത്രമേ ഒരു ലൈഫ് സ്പാൻ ഉള്ളൂ ആക്ടർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പോൾ അതിൻ്റെ ഒരു ഹൈ ഡിസിഷനാണ്. അപ്പോൾ അതിൽ എൻ്റെ അടുത്ത് ഫാസിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ഷോട്ട് ഓക്കെ ആണോ? ഞാൻ പറയും എനിക്കറിയില്ല. കാര്യം അത് ഹി ഹാസ് ടു ഡിസൈഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനായിരുന്നു ആ ഡോക്ടറെങ്കിൽ ഞാനിങ്ങനെ പെരുമാറിയേനെ. അപ്പോൾ അദ്ദേഹം ഷോട്ട് ഓക്കെ വയ്ക്കും. അപ്പോൾ ഇത് ഒരു ഡിസിഷനാണ്, ഇത് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിലിങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ പറ്റുന്നതാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു അൺനോൺ എനർജിയാണ് ആ സമയത്ത് പ്രവർത്തിക്കുന്നത്, എസ്പെഷ്യലി ഇൻ സിനിമയിൽ. നാടകത്തിൽ അങ്ങനെയല്ല, നമുക്കറിയാം, നമുക്കൊരു ബോധം എന്ന് പറയുന്നതുണ്ട്. അടുത്ത സീൻ ഇതാണ്, അടുത്ത ആക്ടർ അത് പറയണം. ഇതിന് അങ്ങനെയല്ലല്ലോ. ഇത് ആ ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ടൈം. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ അറിയാതെ ട്യൂൺ ചെയ്യപ്പെടുകയാണ്. പിൽക്കാലത്ത് ഇനിയും അതിൻ്റെ ഭയങ്കര രസകര കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഷോട്ടായിരിക്കത്തില്ല സിനിമ വരുമ്പോൾ, അതിൻ്റെ അകത്തൊരു മാജിക്കുണ്ട്. ഇത് പിന്നെ ആസിഡുകളിലൊക്കെ പോയി വാഷ് ചെയ്ത് വന്ന് പിന്നെ അതിനെ ഒത്തിരി കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യും. സൗണ്ട്, അതിൻ്റെ മ്യൂസിക്, പിന്നെ നമ്മൾ ഈ കാണുന്നതിൻ്റെ എത്രയോ വലിയൊരു ഇമേജ് മാക്സിമൈസേഷൻ ഉണ്ട്. ഒരു ക്ലൂ ഷോട്ടായാലും വലുതായാലും സിനിമ എന്ന് പറയുന്നത് വലിയൊരു ഒരു മാജിക്കിലേക്ക് അത് പോവുകയാണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ പണ്ട് കാലങ്ങളിൽ ഈ ക്യാമറയിൽ കൂടെ മാത്രമേ നോക്കാം. ഇപ്പം നമുക്കൊരു ചെറിയ മോണിറ്ററുണ്ട്. ഒരു ഷോട്ട് കഴിഞ്ഞാൽ ആ മോണിറ്റർ കാണുന്നതായിരിക്കത്തില്ല നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഭാഗ്യം, ഒരു ദൈവം വർക്ക് ചെയ്യുന്നു.